മാൽദീവ്സിലെ ഒരു ഐലൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഒരു കോലൻ മീനാണ്. കോലൻ അതായത് നീളമുള്ള മീൻ, അധികം തടിയൊന്നുമില്ലാതെ മൂക്ക് ചുണ്ട് നീണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പല്ല് ഭയങ്കര ഷാർപ്പുമാണ്. ഇതാണ് കിട്ടിയത്. കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ അത് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു, വൃത്തിയാക്കാൻ തീരുമാനിച്ചു. മാലദ്വീപിലെ ലോക്കൽസ്, പ്രദേശവാസികൾ, അതായത് നന്നായിട്ട് അവർ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി ശീലമുള്ളവരാണ്. നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. കോലൻ മീനാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോലൻ കൂടാതെ കടലിലെ സിലോപ്പിയ മീനുകൾ 8 മീനുകൾ ഞങ്ങൾക്ക് കിട്ടി. അതേപോലത്തെ കോലൻ മീൻ 3 മീനുകൾ കിട്ടി. പിന്നെ ഒരു വറ്റ മീനാണ് കിട്ടിയത്. മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ മീൻ പിടിക്കാൻ വരാറുണ്ട്. ചില ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കിട്ടാറുമുണ്ട്. ചില ദിവസങ്ങളിൽ മിനിറ്റുകൾ കാത്തിരുന്നാൽ മാത്രമേ മീനുകൾ കിട്ടാറുള്ളൂ. ചില ദിവസങ്ങളിൽ ഒന്നും തന്നെ കിട്ടാറില്ല. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇഷ്ടം പോലെ മീൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ കൂടെയുള്ള ഒരു ടീച്ചർ വളരെ ക്ഷമയോടെ വൃത്തിയായി മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോലൻ മീൻ കത്തി അത്ര മൂർച്ച പോരാ. ആ ഒരു കുറവുള്ളത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റ്, അതിൻ്റെ മുള്ളുകളും അതേപോലെ കുടലും എല്ലാം എടുത്ത് നമുക്ക് വീണ്ടും കടലിൽ തന്നെ ഇടാം. അത് ബാക്കിയുള്ള മീനുകൾ വന്ന് കഴിച്ചിട്ട് പോകുന്നതാണ്. ഇവിടെ മനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു ടീച്ചർ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തി അത്ര ഷാർപ്പല്ലാത്തതുകൊണ്ട്, മൂർച്ചയില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അടിക്കടി കത്തി മാറ്റുന്നുണ്ട് ടീച്ചർ. ഇതിപ്പോൾ 2 കത്തി ഉപയോഗിച്ചു. ഇതിപ്പോൾ 3ാമത്തെ കത്തിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം. തല കട്ട് ചെയ്ത് കളഞ്ഞ് നടു കീറുകയാണ്. നടു കീറിയതിന് ശേഷം കത്തി മൂർച്ച പോരാ. കത്തി മൂർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കത്തി മൂർച്ച വയ്ക്കാനുള്ള കല്ല് അവിടെ തന്നെ ഉണ്ട്. T ഷേപ്പിലാണ് ജെട്ടിയുള്ളത്. അവിടെയാണ് മീൻ പിടുത്തം നടക്കുന്നത്. അവിടെ തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മീൻ അപ്പോൾ തന്നെ വൃത്തിയാക്കാം. മീനിൻ്റെ രക്തമെല്ലാം വൃത്തിയാക്കി എടുക്കാം നമുക്ക്. കത്തിയെല്ലാം വൃത്തിയാക്കി മീൻ കട്ടിംഗ് ബോർഡ് എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ടീച്ചർ വളരെ ക്ഷമയോടെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് കത്തിയുടെ മൂർച്ചയാണ്. മൂർച്ച തീരെയില്ല. ഇനി വരുമ്പോൾ കത്തി മൂർച്ചയാക്കി നല്ല രീതിയിൽ എടുത്തുകൊണ്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട്. അത് കുടലും എല്ലാം എടുക്കുകയാണ്, വൃത്തിയാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഇരയായിട്ട് ഉപയോഗിച്ച് വീണ്ടും മീൻ പിടിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ആണ് ഇത്, അല്ലെങ്കിൽ മീൻ മുറിച്ച് മീനിൻ്റെ ഒരു കഷ്ണം തന്നെ ഉപയോഗിക്കാം. ഇത് ടീച്ചർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പീസാക്കുകയാണ്. കട്ട് ചെയ്ത് കുക്കിങ്ങിന് വേണ്ട രീതിയിൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വറക്കാനാണെങ്കിലും ശരി, കറി വെക്കാനാണെങ്കിലും ശരി നമുക്ക് ഉപയോഗിക്കാം. ഓരോ പീസുകളും തമ്മിലുള്ള വലിപ്പം ഒരേപോലെയാണ്. അത്രയും ശ്രദ്ധയോടെ ആണ് ടീച്ചർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കൽസിന് പോലും ഇങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സംശയം തോന്നാറുണ്ട്. അത്രയും മനോഹരമായി, വൃത്തിയായി, ശ്രദ്ധയോടെ, ആക്യുറേറ്റായിട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഫ്രഷായുള്ള മീൻ നമുക്ക് നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങനെ കൊണ്ടുപോയി വറക്കുകയോ അല്ലെങ്കിൽ കറി വയ്ക്കുകയോ ചെയ്യാം. അത്രയും സ്വാദിഷ്ടമായ ഒരു മീനാണിത്. മുള്ളുകളുണ്ട്, എന്നിരുന്നാലും നമുക്ക് വറുത്താലും അതേപോലെ തന്നെ കറി വെച്ചാലും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ വകഭേദം തന്നെയാണിത്. എല്ലാം വൃത്തിയാക്കി പീസാക്കി ടീച്ചർ കവർ ചോദിച്ചിട്ടുണ്ട്. കവറിൽ എടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇടുകയാണ്. കാരണം ടീച്ചേഴ്സ് കുറച്ച് പേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ 1ാമത്തെ കോലൻ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് കടലിലെ സിലോപ്പിയ മീനാണ്. നമുക്കൊരു 8 മീനോളം കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3-4 പേര് പിടിച്ച മീനാണ്. ഇതും അവർ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടിയത്. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് 2 മീൻ കിട്ടിയത്. പിന്നെ ഒരു 3 മീൻ കൂടെ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം കിട്ടി. ഇപ്പോൾ വീണ്ടും ഒരു കോലൻ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിലോപ്പിയ മീൻ കട്ട് ചെയ്യാനാണ് പോകുന്നത്. അത് ചെതുമ്പലുള്ള മീനുകളാണ്, ചെകിളയുള്ള മീനുകളാണ് ചെതുമ്പൽ. അത് വേണമെങ്കിൽ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ തോല് മുറിച്ചെടുത്ത് തോല് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു പ്രശ്നം, കത്തി മൂർച്ചയില്ല എന്നുള്ളത് തന്നെയാണ്. ടീച്ചർ പൈപ്പ് ഉപയോഗിച്ച് എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്യാൻ തുടങ്ങി, മുറിച്ചെടുക്കാൻ തുടങ്ങി. കുറച്ച് വഴുവഴുപ്പുള്ള മീനാണ്, അതാണ് പെട്ടെന്ന് ചാടി പോകുന്നത്.
കത്തിയുടെ മൂർച്ച വലിയൊരു ഘടകം തന്നെയാണ്. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാം. ടീച്ചർ പരിശോധിക്കുകയാണ് അത് തോലെടുക്കണമോ അതോ ചെതുമ്പൽ മാറ്റിയാൽ മതിയോ എന്ന് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞത് തോലെടുക്കാമെന്നാണ്. ക്ലീൻ ചെയ്ത് നോക്കാം. കത്തി മൂർച്ചയില്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് മുറിച്ചെടുക്കാൻ. നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. തല മുറിച്ച് മാറ്റാണ്. തല മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ കഴിയും. അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റെല്ലാം മാറ്റിയെടുക്കണം. ഇത് നല്ല സ്വാദിഷ്ടമായ മീനാണ്. ഇത് പൊതുവെ വറക്കാനാണ് ഉപയോഗിക്കുന്നത്, ഫിഷ് ഫ്രൈക്കാണ് ഉപയോഗിക്കുന്നത്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടുതലായിട്ട് കറിക്ക് ഉപയോഗിക്കാറില്ല. മീനിൻ്റെ വേസ്റ്റ് കടലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മീനുകൾ വന്ന് അത് ഭക്ഷിച്ചോളും. തോല് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വളരെ ഹാർഡായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്രമിക്കുന്നുണ്ട് എടുക്കാൻ. അങ്ങനെ വരുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട്. അത് മാറ്റി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി. അപ്പോഴാണ് വേറെ സിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഇവിടെ ടീച്ചേഴ്സ്, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻ ഒരാളുണ്ട്, പിന്നെ കുട്ടികളുണ്ട്, കൂടെ ലോക്കൽസും ആ ഭാഗത്ത് നിന്ന് മീൻ പിടിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് കിട്ടാറുണ്ട്. അവരും ഇതേപോലെ തന്നെ ക്ഷമയോടെ നിന്ന് മീൻ പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. അവരുപയോഗിക്കുന്നത് പോളൻ ലൈൻ ആണ്. ആർട്ടിഫിഷ്യൽ ബെയ്റ്റ് ഉപയോഗിച്ചാണ് അവർ മീൻ പിടിക്കുന്നത്. അവരുപയോഗിക്കുന്ന വീൽ, റോഡെല്ലാം വെച്ച് വളരെ ദൂരെ അവർക്ക് ബെയ്റ്റ് എറിഞ്ഞ് മീൻ പിടിക്കാൻ സാധിക്കും. കൂടുതൽ അവർക്ക് കിട്ടുന്നത് ചൂര മീനാണ്, ട്യൂണ ഫിഷാണ് അവർക്ക് കിട്ടുന്നത്. ഇവിടെ രണ്ടാമത്തെ മീൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. രണ്ടാമതും കിട്ടിയിരിക്കുന്നത് കോലൻ മീനാണ്. അതും ഇതേപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായതാണ്. കഴുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. തല മുറിച്ചു, വയറുഭാഗം മുറിച്ച് മാറ്റിയപ്പോൾ അതിൽ മുട്ടയാണ് കാണുന്നത്. പക്ഷേ ഈ മുട്ട ഉപയോഗിക്കാൻ അത്ര രുചികരമല്ല എന്നുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ആരും ഉപയോഗിക്കുന്നില്ല. കടൽ തന്നെ എറിഞ്ഞാലോ എന്നുള്ളൊരു ചർച്ചയും വന്നു. കുടൽ എടുത്തു, അത് തല എല്ലാം കൂടെ കടലിൽ തന്നെ ഇടുകയാണ്. മീനുകൾക്ക് ഭക്ഷണമാക്കാതെ എല്ലാം വൃത്തിയാക്കി. പൈപ്പ് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഓസ് വെച്ച് നമുക്ക് അപ്പോൾ തന്നെ വൃത്തിയാക്കി എടുക്കാം. ബുദ്ധിമുട്ടില്ല. കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് കത്തി മൂർച്ചയാക്കാൻ കല്ല് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ചാണക്കല്ലാണത്. മെല്ലെ വൃത്തിയാക്കുന്നു. ആ സിലോപ്പിയ മീനും അതേപോലെ തന്നെ ഒരേ സമയം വൃത്തിയാക്കുന്നുണ്ട് വേറൊരു ടീച്ചർ. അത് തോലെടുത്ത് മാറ്റിയതാണ്. തോലെടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ വളരെ രുചികരമാണ്. അത്രയധികം സ്വാദിഷ്ടമായ ഒരു മീൻ വിഭവമാണത്. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. കോലൻ മീനും അതേപോലെ തന്നെയാണ്. ഇവിടെ ടീച്ചർ അത് കഷ്ണങ്ങളാക്കാൻ തുടങ്ങി. പീസാക്കി മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നത് ഈ മീനുകൾ ക്ലീൻ ചെയ്യുന്നത്, ട്യൂണ ഫിഷ് ക്ലീൻ ചെയ്യുന്നത്, വൃത്തിയാക്കുന്നത് ലോക്കൽസ് വളരെ സ്കിൽഫുള്ളാണ്. ട്യൂണ ഫിഷിൻ്റെ ഒരു ഭാഗം പോലും വേസ്റ്റാക്കാതെ മുള്ളു മാത്രം നിർത്തി മാംസഭാഗങ്ങൾ മൊത്തമായി അവർ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കും. ഇവിടെ നമ്മളും ഈ കോലൻ മീൻ വൃത്തിയാക്കുന്നത് കാണുമ്പോൾ നമ്മളും ലോക്കൽസിനോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ളവരാണ്. പ്രദേശവാസികളോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ളവരാണ് നമ്മളും. യാതൊരുവിധ മടിയുമില്ലാതെ അതിമനോഹരമായി വൃത്തിയായി മീൻ മുറിച്ചെടുക്കുകയാണ്. കത്തികൾ പരസ്പരം മാറ്റുകയാണ്. കാരണം മൂർച്ചയില്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്, മൂർച്ചക്കുറവ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കത്തിയെല്ലാം മൂർച്ചയാക്കി ഷാർപ്പാക്കി വെക്കണം. എന്നാൽ വളരെ എളുപ്പത്തിൽ മൃദുവായി ബലപ്രയോഗം കൂടാതെ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയുന്നതാണ്. വളരെ മനോഹരമായി, ആക്യുറേറ്റായിട്ട്, ഭംഗിയായി, വൃത്തിയായി കട്ട് ചെയ്തെടുക്കുകയാണ് മീനുകളിവിടെ. ഓരോരുത്തരും കൊണ്ടുപോയാൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ കറി വയ്ക്കുകയോ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ താല്പര്യപ്രകാരം അവർക്കനുസരിച്ച് അവർ പാചകം ചെയ്ത് കഴിക്കുന്നു. ചിലർ ഇന്ന് കൊണ്ടുപോയാൽ ഈ ഒരു പീസ് വേറെ കൂടെയുള്ള ഒരു സാർ വന്ന് ചോദിച്ചിരിക്കുന്നത് മീനിന് ബെയ്റ്റായിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു പീസ് വേണം പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വാങ്ങുകയാണ്. ഇത് മുറിച്ച് കൊടുത്തിട്ട് ഹുക്കിൽ കോർത്ത് കൊടുക്കുകയാണ്. കാരണം അടുത്ത് തന്നെ നിന്ന് കുറച്ചധികം ടീച്ചേഴ്സ് മീൻ പിടിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ബെയ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ലോ ആയിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് മാറ്റി. ഇനി അതൊരു പ്ലാസ്റ്റിക് കൂട്ടിൽ
മാറ്റുകയാണ്. പ്ലാസ്റ്റിക് കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എല്ലാ മീനുകളും എടുത്ത് വയ്ക്കുകയാണ്. ഇനി അടുത്ത് വേറൊരു മീൻ നമുക്ക് കിട്ടിയത് വറ്റ മീനാണ്. വളരെ പരന്ന ആകൃതിയിലുള്ളതാണ്. വളരെ ടേസ്റ്റ് കൂടിയ മീനാണിത്. അധികം മുള്ളുകളൊന്നുമില്ലാതെ നടുവിലെ മെയിനായിട്ടുള്ളൊരു മുള്ളു മാത്രമേ കാണുകയുള്ളൂ. ഇത് വറക്കാനായാലും ശരി, കറി വെക്കാനായാലും ശരി, ചാറ് വെക്കാനായാലും ശരി, വളരെ ടേസ്റ്റായതാണിത്. സ്വാദിഷ്ടമായ ഒരു മീനാണിത്. ഇവിടെയും മെയിൻ പ്രശ്നം ആ കത്തി തന്നെയാണ്. മൂർച്ചയില്ലാത്തതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ഇതും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഹാർബർ സൈഡിൽ, അതേപോലെ തന്നെ ജെട്ടി സൈഡിലെല്ലാം. മിക്കവാറും ഈ ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ വരാറുണ്ട്. കൂടെ ലോക്കൽസും കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പോലെ പെട്ടെന്ന് മീനുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ, മണിക്കൂറുകൾ കാത്തിരുന്നാലും ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയും വരാറുണ്ട്. ഒരു മീൻ പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥയും വരാറുണ്ട്. ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് മീൻ കിട്ടും. ക്ഷമയാണ് പ്രധാനം. ഫിഷിങ്ങിന് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ പല തരത്തിലുള്ള മീനുകൾ നമുക്ക് പിടിക്കാം. ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് സിലോഫിയ ഒരു 8 മീൻ കിട്ടി. അതേപോലെ തന്നെ കോലൻ മീൻ ഒരു 3 എണ്ണം കിട്ടിയത്. ഒരു വറ്റമീൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വറ്റമീനാണ്. തല മുറിച്ച് അത് കളയുന്നില്ല. തല പാചകം ചെയ്യാം. അതേപോലെ തന്നെ തലയിലെ മാംസം നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളെല്ലാവരും മീൻ മുറിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം പേരുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് തരത്തിലാണ് മീൻ മുറിക്കുന്നത്, എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, വൃത്തിയാക്കിയതിന് ശേഷം എങ്ങനെയാണ് പീസാക്കുന്നത്, ഇതെല്ലാം കാണാൻ വളരെ ഭംഗിയുണ്ട്. മീനിൻ്റെ തല മുറിച്ച് മാറ്റി സൈഡിലെ മുള്ളുകളെല്ലാം വെട്ടിമാറ്റി തോല് എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ മീൻ തോലെടുത്തില്ലെങ്കിലും ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ എല്ലാവർക്കും തോലെടുത്താലുള്ള ആ ഒരു അവസ്ഥയിൽ പാചകം ചെയ്യുന്നതാണ് ഇഷ്ടം. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേസ്റ്റാണ് അത്. അതേപോലെ തന്നെ കടലിലേക്ക് എറിയാണ്. വേസ്റ്റ് കടലിലെ മറ്റുള്ള മീനുകൾ കഴിച്ചോളും, ആഹാരമാക്കിക്കോളും ആ വേസ്റ്റിനെ. പൈപ്പ് കണക്ഷൻ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ വൃത്തിയാക്കാം. ഇവിടെ തോല് വലിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ലെവലിൽ മാംസവും കൂടെ പോരുന്നുണ്ട്. ആ മീനിൻ്റെ കാഠിന്യമാണ് കാണിക്കുന്നത്. അത്രയും ഫ്രഷായ മീനായതിനാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവും. അതായത് ലോക്കൽസ് ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അവർ മീനുകൾ വൃത്തിയാക്കും. നമ്മൾ അതേപോലെ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിമനോഹരമായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ തോല് വലിച്ചെടുക്കുകയാണ്. വളരെ ഹാർഡായിട്ടുള്ളതാണ്. സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് വലിച്ചില്ലെങ്കിൽ മാംസം ഭാഗങ്ങൾ മൊത്തത്തിൽ തോലിൻ്റെ കൂടെ വരുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഈ ഭാഗം ഏകദേശം ശരിയായിട്ടുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ പരിസരം, ആ ഭാഗം, ആ സ്ഥലങ്ങളെല്ലാം വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി കഴുകി ആണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മീനിൻ്റെ രക്തമെല്ലാം കെട്ടിക്കിടന്നാൽ അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അതേപോലെ തന്നെ ദുർഗന്ധത്തിനും കാരണമാകും. പക്ഷിമൃഗാദികൾ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി വെള്ളമെല്ലാം അടിച്ചു വിട്ടതിന് ശേഷം മാത്രമാണ് ഫിഷിംഗ് കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുന്നത്. ഇവിടെ ഏകദേശം എല്ലാ മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മീൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. വീട്ടിലേക്ക് പോയതിന് ശേഷം വേണ്ടവർ കുക്ക് ചെയ്യും. അങ്ങനെ ഇപ്പോൾ കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ റെഫ്രിജറേറ്ററിൽ എടുത്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസം പാചകം ചെയ്യുന്നതാണ്. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി മുറിച്ച് മാറ്റി എല്ലാവർക്കും കൊടുക്കാനുള്ള
പ്ലാനാണുള്ളത്. കൂടെ വന്നവർക്ക് വീതിച്ചു കൊടുത്ത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമുള്ളതാക്കി മാറ്റി ഞങ്ങൾ.